പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട അധ്യക്ഷ, പ്രിയപ്പെട്ട അച്ഛന്മാരെ, വാത്സല്യമുള്ള വൈദിക വിദ്യാർത്ഥികളെ, ഇന്ന് തിരുസഭ മാർ എഫ്രേമിൻ്റെ വലിയ തിരുനാൾ ആഘോഷിക്കുന്ന അവസരമാണല്ലോ. മാർ എഫ്രേമിന് ക്രൈസ്തവ പാരമ്പര്യത്തിലുള്ള ആ വലിയ സ്ഥാനത്തെക്കുറിച്ച് ഓർക്കുന്നതിനും ദൈവത്തെ സ്തുതിക്കുന്നതിനുമുള്ള വലിയൊരു അവസരമാണിത്. അദ്ദേഹം 306 നിസീബിസിൽ ജനിച്ച് മാർ യാക്കോബ് മെത്രാൻ്റെ വലിയ സഹപ്രവർത്തകനായി ജീവിച്ച് പിന്നീട് എദേസായിലേക്ക് മാറി നിസീബിസിലും എദേസായിലുമുള്ള ദൈവശാസ്ത്ര സ്കൂളുകൾക്ക് നേതൃത്വം നൽകിയ വലിയൊരു പണ്ഡിതനാണ്. ഒരുപക്ഷെ സാർവത്രിക സഭ കണ്ട പണ്ഡിതന്മാരിൽ ഏറ്റവും മുൻപിൽ നിൽക്കുന്ന ഒരു വ്യക്തി അഗസ്തീനോസിനെ പോലെ ഒക്കെ സഭാപിതാക്കന്മാർ എന്നുള്ള വലിയ നാമധേയത്തിൽ അറിയപ്പെടുന്ന വിശുദ്ധന്മാരായ പിതാക്കന്മാർ പഴയ നിയമത്തിലെ പ്രവാചകന്മാർക്കും പുതിയ നിയമത്തിലെ ശ്ലീഹന്മാർക്കും സമശീർഷരായിട്ടുള്ള വ്യക്തികളാണ്. അവരിൽ ഏറ്റവും മഹോന്നതമായ ഒരു സ്ഥാനം വഹിക്കുന്ന വ്യക്തിയാണ് മാർ എഫ്രേം. സുറിയാനി ഭാഷയ്ക്ക് തന്നെ പാശ്ചാത്യം പൗരസ്ത്യം എന്ന തിരിവ് വരുന്നതിന് മുൻപ് സുറിയാനി പൈതൃകത്തിൻ്റെ, സാർവത്രിക സഭയുടെ പൈതൃകത്തിൻ്റെ ഒരു പൊതു ഉറവിടമായിട്ട് നിന്ന വ്യക്തിയാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ മാർ എഫ്രേമിൻ്റെ ഭാഷയ്ക്കും അദ്ദേഹത്തിൻ്റെ ദൈവശാസ്ത്ര ചിന്തകൾക്കും സുറിയാനി സഭകളിൽ മാത്രമല്ല ഗ്രീക്ക് സഭയിലും ലത്തീൻ സഭയിലും ഉചിതമായിട്ടുള്ള ഒരു സ്ഥാനം ആരാധനക്രമത്തിലും അതുപോലുള്ള മറ്റ് പ്രാർത്ഥനാ ഗ്രന്ഥങ്ങളിലും എല്ലാം ഉണ്ട്. പരിശുദ്ധ പിതാവ് വിശ്വാസ വർഷമായിട്ട് ഈ വരുന്ന ഒരു വർഷത്തെ ഒക്ടോബർ 11 മുതൽ പ്രഖ്യാപിക്കാൻ ഇരിക്കുകയാണല്ലോ. പോർത്ത ഫിഡെയി, വിശ്വാസത്തിൻ്റെ കവാടം, വാതിൽ എന്ന തിരുവെഴുത്ത് വഴി സഭയെ പരിശുദ്ധ പിതാവ് ആഹ്വാനം ചെയ്തു കഴിഞ്ഞു. അതിൽ ഒരു പിടി കാര്യങ്ങളെക്കുറിച്ച്, വിശ്വാസത്തിൻ്റെ വാതിലിൽ ആയിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പിതാവ് പറയുന്നുണ്ട്. മാർ എഫ്രേമും വാസ്തവം പറഞ്ഞാൽ ഒരു പോർത്ത ഫിഡെയി ആണ്. വിശ്വാസത്തിൻ്റെ വാതിൽ എന്താണെന്ന് നമുക്ക് കാണിച്ചു തരുന്ന വ്യക്തിയാണ്. സുവിശേഷവൽക്കരണത്തെക്കുറിച്ചുള്ള സിനഡ് നടക്കാൻ പോകുന്ന ഈ വർഷത്തിൽ എങ്ങനെയാണ് നവസുവിശേഷവൽക്കരണം നടത്തേണ്ടത് എന്ന കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും എഫ്രേമിന് മറ്റാരെയേക്കാൾ വലിയൊരു സ്ഥാനമുണ്ട്. അദ്ദേഹത്തിൻ്റെ ദൈവശാസ്ത്ര വിശകലനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം ഉപയോഗിക്കുന്ന സിംബോളിക്, പോയറ്റിക്കൽ, മിസ്റ്റിക്കൽ ആൻഡ് ആൻറ്റി സെക്ടേറിയൻ മെത്തേഡ്സാണ്. നവസുവിശേഷവൽക്കരണത്തിൻ്റെ ന്യൂ മെത്തേഡ്സ് എന്താണെന്ന് അന്വേഷിക്കുമ്പോൾ ദൈവശാസ്ത്രം പദ്യരൂപേണ, പ്രതീകാത്മകമായിട്ട്, മൗതികമായിട്ട്, എക്യുമെനിക്കലായിട്ട് ഒക്കെ പഠിപ്പിക്കണം എന്ന് 2000-ലധികം വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ എഫ്രേമിൻ്റെ ചിന്തകൾക്ക് തീർച്ചയായിട്ടും ഉചിതമായ സ്ഥാനവും അംഗീകാരവും കിട്ടും എന്ന് നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ വിശേഷം വിശുദ്ധ ഗ്രന്ഥം മുഴുവനും ഹൃദിസ്ഥമാക്കിയ ഒരു വ്യക്തി എന്നുള്ളതാണ്. അദ്ദേഹത്തെക്കുറിച്ച് ഒരു മൊസൈക്ക് ഓഫ് ആട്രിബ്യൂട്ട്സ്, അനേകം ശീർഷകങ്ങൾ എഫ്രേമിനെ കുറിച്ചുണ്ടെന്ന് നമുക്കറിയാം. അതെല്ലാം അദ്ദേഹത്തിൻ്റെ ആരാധകന്മാർ
ഓരോ അവസരത്തിൽ നൽകിയ പേരുകളാണ്. സുറിയാനി ഭാഷ ഭാരതത്തെ സംബന്ധിച്ച് നമ്മളുടെ സഭകൾ തമ്മിലുള്ള ഐക്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. സിറോ മലബാർ സഭ, മലങ്കര സഭ, ഓർത്തഡോക്സ് യാക്കോബായ സഭകൾ, തൃശ്ശൂരുള്ള കൽദായ സുറായി സഭ, തൊഴിയൂർ സഭ, മാർത്തോമ സഭ, ഇത്രയും സഭകൾ സുറിയാനി ഭാഷയും സുറിയാനി പൈതൃകവും സംരക്ഷിക്കുന്നവരാണ്. അതുകൊണ്ട് ഭാരതത്തിനുള്ളിൽ തന്നെ നമുക്കൊരു ക്രിസ്തീയ ഐക്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അപ്രേമിൻ്റെ ഭാഷയ്ക്കും അപ്രേമിൻ്റെ ചിന്തയ്ക്കും വലിയ പ്രാധാന്യമുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. അദ്ദേഹത്തിൻ്റെ കൃതികൾ അനേകം ലക്ഷം ശ്ലോകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതെല്ലാം 18-ാം നൂറ്റാണ്ട് മുതൽ പ്രസിദ്ധരായ ചിന്തകന്മാർ, തിയോളജി പഠിക്കുന്ന പ്രദേശത്തിന് തീർച്ചയായിട്ടും അറിയാം, അഷമാനി, തോമസ് ലാമി, എഡ്മണ്ട് ബെക്ക്, സെബാസ്റ്റ്യൻ ബ്രോക്ക് തുടങ്ങിയ പണ്ഡിതന്മാർ പാശ്ചാത്യ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യുകയും എഡിറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കാവ്യാത്മകതയെക്കുറിച്ച് പറയുന്ന ചിന്തകന്മാർ പറഞ്ഞിരിക്കുന്നത് ഷേക്സ്പിയറിനും കാളിദാസനും മാത്രമേ, അല്ലെങ്കിൽ അവരുടെ കൂട്ടത്തിൽ മാത്രമേ അപ്രേമിനെയും പറയാൻ സാധിക്കുകയുള്ളൂ എന്നാണ്. അതുപോലെ ദൈവശാസ്ത്ര തത്വശാസ്ത്ര മേഖലകളിൽ കീർക്കഗോഡ്, ഗബ്രിയേൽ മർസേൽ, വിറ്റ്ഗൻസ്റ്റൈൻ, പോൾ റിക്കർ, തെയാർഡ് ഷെർദാൻ, ഹ്യൂഗോ റാണർ തുടങ്ങിയ തത്വശാസ്ത്രജ്ഞന്മാരും ദൈവശാസ്ത്രജ്ഞന്മാരും മാർ അപ്രേമിൻ്റെ ചിന്തകൾ സമൃദ്ധമായിട്ട് അവരുടെ കൃതികളിലും ചിന്തകളിലുമെല്ലാം ഉപയോഗിക്കുന്നുണ്ട്. അപ്രേം മുമ്പോട്ട് കുതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ട്രഡീഷനാണ്. ആ ട്രഡീഷൻ്റെ കാതൽ ഈശോയാണ്. അപ്രേമിലൂടെ നമ്മൾ പിറകോട്ട് ഒന്ന് യാത്ര ചെയ്താൽ അത് പഴയ നിയമത്തിലും ഈശോയുടെ പ്രബോധനങ്ങളിലും, മുൻപോട്ട് നമ്മൾ നോക്കിയാൽ പരിശുദ്ധ പിതാവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ പോർത്താ ഫിദെയ്, സ്വർഗത്തിൻ്റെ വാതിലും വരെ എത്തുന്ന ഒരു ട്രഡീഷനാണ്. ആ ട്രഡീഷൻ ഈശോ തന്നെയാണ്, ഈശോയെക്കുറിച്ചുള്ള പ്രബോധനമാണ് എന്ന് ഇന്ന് സാർവത്രിക സഭ തിരിച്ച് അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദൈവശാസ്ത്രവും തത്വശാസ്ത്രവും എല്ലാം പഠിക്കുന്ന നമുക്ക് അദ്ദേഹത്തിൻ്റെ ചിന്തകൾ തീർച്ചയായിട്ടും ഉപകാരപ്പെടും. ആ ഒരു അജപാലന വീക്ഷണത്തിൽ അദ്ദേഹത്തെ കൂടുതൽ പഠിക്കുന്നതിന് മിസ്റ്റിക്കൽ തിയോളജിയുടെ, സിംബോളിക് തിയോളജിയുടെ, അതുപോലെ തന്നെ സിംബോളിക് ലോജിക്ക്, സിംബോളിക് ഫിലോസഫി, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ട് പ്രേമിനെ നിങ്ങൾ കണ്ടെത്തും. അത് നിങ്ങളുടെ ബൗദ്ധികമായിട്ടുള്ള അന്വേഷണത്തിൻ്റെ ഏറ്റവും വലിയ ഒരു സന്തോഷമായിട്ട് തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. സമയപരിമിതി കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ വലിയ തിരുനാൾ ദിവസം നമ്മുടെ മദ്ബഹായിൽ പ്രേമിൻ്റെ നല്ല ഒരു ഐക്യൻ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. അത് നമ്മളുടെ ഈ സെമിനാരിയിൽ, നമ്മളുടെ വൈദിക പരിശീലനത്തിൽ പ്രേമിന് എന്ത് സ്ഥാനമാണ് എന്നുള്ളതിൻ്റെ അടയാളമാണ്. നിങ്ങളുടെ എല്ലാ പരിശ്രമങ്ങളെയും ഞാൻ തിരുമുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ വലിയ സെമിനാരിക്ക് നേതൃത്വം നൽകുന്ന ഏറ്റവും പ്രിയപ്പെട്ട റെക്ടറച്ഛൻ അലക്സച്ചനെ ദൈവത്തിനുമുമ്പാകെ സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അദ്ദേഹം കേരള സഭയിൽ ഏറ്റവും വലിയ ഒരു ശുശ്രൂഷ നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ തത്വശാസ്ത്ര ചിന്തകളും കാര്യക്ഷമതയും ഈ സെമിനാരിയെ കൂടുതലായിട്ട് മുമ്പോട്ട് നയിക്കട്ടെ. അതുപോലെ തന്നെ ഫാക്കൽറ്റിയുടെ പ്രസിഡൻ്റായിരിക്കുന്ന അച്ഛന് വേദശാസ്ത്രത്തിലും ധർമ്മശാസ്ത്രത്തിലും ഉന്നത ബിരുദമുള്ള വ്യക്തിയാണ്. ആ വീക്ഷണങ്ങളെല്ലാം ഇതുപോലുള്ള അപ്രേമിൻ്റെ ചിന്തകൾ, പൗരസ്ത്യ പിതാക്കന്മാരുടെ ചിന്തകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകി നമ്മളുടെ വിദ്യാപീഠം, പൗരസ്ത്യ വിദ്യാപീഠം എല്ലാ അർത്ഥത്തിലും ആ തരത്തിലായിരിക്കട്ടെ. അതിന് നേതൃത്വം കൊടുക്കുന്ന പ്രസിഡന്റ് അച്ഛനെയും ഇവിടെയുള്ള എല്ലാ അച്ഛന്മാരെയും ഞാൻ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾ ഓരോരുത്തരും, നിങ്ങളാണ് ഈ സെമിനാരിയുടെ ജീവൻ, ഇതിൻ്റെ ആത്മാവ്.
നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്ന പരിശീലനം അജപാലന ശുശ്രൂഷയിൽ ഏറ്റവും ഉപകാരപ്രദമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെല്ലാവരെയും മാർ എഫ്രേമിനും വിശുദ്ധ അൽഫോൻസാമയ്ക്കും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.